എടാ എനിക്കറിയാവിടെ ആയിഷയെ നീ എങ്ങനെയാ കൊണ്ടു നടന്നതെന്നൊക്കെ. ഒരു കുപ്പി പോലല്ലായിരുന്നോ നിങ്ങൾ? നീ കുപ്പിയായിരുന്നെങ്കിൽ അവള് നിന്റെ അടപ്പായിരുന്നു. മൂവ് ഓൺ മാൻ, മൂവ് ഓൺ. എടാ വിഷമമൊക്കെ വരുവാടാ, അതൊക്കെ വീട്. എനിക്ക് ആയിഷ മറക്കാൻ പറ്റത്തില്ല. അവളെന്റെ എല്ലാമായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇത് ഇന്നോ ഇന്നലെ നടന്ന ബ്രേക്കപ്പ് ആണ്, എന്നാലല്ല. 10 വർഷമായതാ. ഞാൻ എത്ര റിക്കവർ ആവാൻ ശ്രമിച്ചാലും ഈ കോണ അടിക്കുന്ന നാശം എന്നെ കൊണ്ട് റിക്കവർ ആവാൻ സമ്മതിക്കത്തില്ല. എടാ സനുവേ, നിന്നെ ആരാ കാണാൻ വന്നത് നോക്കിയടാ. എടാ 10ാം ക്ലാസ് നീ പൊട്ടിയതല്ലയോ, അതിന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ ടീച്ചറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷമായടാ. 10ാം ക്ലാസ് പൊട്ടി നാണം കെട്ടിയാ വീട്ടിൽ ഇരുന്നപ്പോ സ്കൂളിലെ മൊത്തം ടീച്ചർമാരെ എന്റെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നവനാ നീ. അതിനുശേഷം എല്ലാം ഒന്നാം നീ ഏതെങ്കിലും ടീച്ചറിനെ വിളിച്ചോണ്ട് എന്റെ വീട്ടിൽ വരും. നിനക്കിത് നിർത്താറായില്ലോടാ. നീ എന്റെ ചങ്കല്ലേടാ, നിനക്ക് കുറച്ച് മോട്ടിവേഷൻ തരാൻ വേണ്ടിയാ വിളിച്ചോണ്ട് വന്നേ. ടീച്ചറെ വന്നേ. അല്ല, സരോജിനി ടീച്ചർ മരിച്ചല്ലോ, പിന്നെ ഇവനെ ആരെയാ വിളിച്ചോണ്ട് വരുന്നത്? ടീച്ചറിന്റെ മോളുണ്ട്, ഇന്ന് രാവിലെ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഞാൻ വിളിച്ചോണ്ടെങ്കിൽ പോകുന്നു. ടീച്ചർ മോനെ, 10ാം ക്ലാസ് തോൽവി ഒന്നിനും ഒരു പരിഹാരമല്ല. എന്റെ പൊന്നു ടീച്ചർ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എനിക്ക് ഡിഗ്രിക്ക് 2nd റാങ്ക് ഉണ്ട്. ഈ കാലിന് പ്രാന്ത ടീച്ചറെ. ടീച്ചറിന് ഇവനെ അറിയത്തില്ല, ഇവൻ എന്തൊക്കെ നാശം ഉണ്ടാക്കുന്നത് അറിയാവോ? സാനുവേ, എന്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നടാ. തീർന്നോ? ആ തീർന്നു. നീ ഒരു കുപ്പി പെട്രോളുമായിട്ട് ഇങ്ങോട്ട് വാ. എവിടെ സ്ഥലം? ഞാനാ നിന്റെ വാട്സപ്പിലാ ലൊക്കേഷൻ ഇട്ട് തരാം. അത് നോക്കി ഇങ്ങ് പോരും. ആ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അല്ല, ഇവനെന്ത് ഈ വീട്ടിൽ കയറി ഇരിക്കുന്നത്? ഞാൻ അയച്ചോളാം. കുറച്ച് നേരം കൊണ്ട് ഞാൻ ഇവിടെ ഇച്ചിരി വെള്ളം കുടിച്ചാൽ. ചേച്ചിയെ, കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ഇത് നിന്റെ ആയിഷ ഇല്ലയോടാ? ഈ വണ്ടി എങ്ങനെയാടാ ഇവിടെ വന്നത്? എടാ 1 കിലോമീറ്റർ അപ്പുറത്താടാ പെട്രോൾ തീർന്ന് കിടന്നത്. ഞാൻ ഈ വണ്ടി തെള്ളി ഇവിടെ കൊണ്ടുവന്നാ. എന്തോത്തിനാടാ? ചുമ്മാ ഒരു രസം. 10 വർഷം മുമ്പുള്ളത് അവിടെ കഴിഞ്ഞ് ഞാനിപ്പോ ഭർത്താവിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുക. എന്റെ കുടുംബജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നല്ല. ഒരു കല്യാണം കഴിച്ചാ നിങ്ങളുടെ ആ പഴയ ബന്ധങ്ങളൊക്കെ അവിടെ തീർന്നു. എന്നും പറഞ്ഞ ആ കൊച്ചിനെ അന്വേഷിച്ച് ഇവിടെ വരേണ്ട കാര്യം നിനക്കില്ല. ചേച്ചി സോറി, അവന് ബോധമില്ലാത്തോണ്ടാ. ഞാൻ വന്നില്ല, കൂട്ടുകാരനല്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. മൂവ് ഓൺ മാൻ. ഇങ്ങനെ തിരക്കി വരല്ല, അതൊക്കെ തെറ്റാണ്. അതൊക്കെ മറക്കണം. സോറി, ഞാൻ ചെയ്ത തെറ്റാ. ഞാൻ ഇനി വരത്തില്ല, ഇനി ആവർത്തിക്കത്തില്ല. ഉറപ്പാ, ഞാനായിരുന്നു. ചേച്ചിയെ കെട്ടിക്കൊണ്ടുവന്ന വീടാ ഇതല്ലേ? അതെ. അപ്പം ചേച്ചിയുടെ വീട് ഏതാ? കടമ്പനാട്. ആ, ഞാൻ അവിടെ വെച്ച് കാണാം കേട്ടോ. ഈ കാര്യം പറയണ്ട, എത്ര നാളും കൊണ്ട് നരയിക്കോ. ഇനി എനിക്ക് വയ്യ. നീ എന്തോ കാണിക്കൂടാ? ഒന്നുമില്ല സാറേ, അയ കെട്ടാൻ വേണ്ടി നോക്കിയതാ. സത്യം പറയടാ, നീ ചാവാൻ നോക്കിയല്ലോ. ഞാൻ ചത്താലും നിങ്ങൾക്കൊക്കെ എന്താ സാറേ? കുറച്ച് മനസമാധാനം എന്താ? എടാ മരക്കഴുത, നീ എവിടാന്ന് വെച്ചാ ചത്തോ, പക്ഷെ ഈ പോലീസ് സ്റ്റേഷന്റെ മതിലേ കയറി തന്നെ നിനക്ക് ചാവണോ? എന്തു സാറേ, പോലീസ് സ്റ്റേഷനോ? പിന്നെ അല്ലാതെ നിന്റെ അച്ഛൻ വിടാന്ന് പറ. എടാ ഈ കോമ്പൗണ്ട് വെച്ച് നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ തൂക്കി ചാവേണ്ടി വരും. റീലാണോ? റീലല്ലടാ, 2 സ്റ്റോറി ഇട്ടേക്കുന്നു. നമ്മുടെ ആയിഷയുടെ ബർത്ത്ഡേ, ഹസ്ബൻഡ് സ്റ്റോറി ഇട്ടേക്കുക. അപ്പം 2 പേരെ കാണാൻ നല്ല മൊഞ്ചല്ലയോ? നീ കരയണ്ടടാ, വിഷമിക്കണ്ട. ഇതൊന്നും താങ്ങാനുള്ള ശേഷി നിനക്ക് ഇല്ലെന്ന് എനിക്കറിയാം. പണ്ട് നീ എന്തോരം ഗിഫ്റ്റ് കൊടുത്തില്ലോടാ. എനിക്ക് ഓർമ്മയുണ്ടാ, ഒരു തവണ നീ ഇല്ല മഴയൊക്കെ നനങ്ങി പെൺകൊച്ചിന്റെ വീട്ടിൽ പോയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത്. നീ അത്രയ്ക്ക് ത്യാഗമൊക്കെ ചെയ്ത് കൊടുത്താടാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊരു ഓർമ്മയുണ്ടോ? ഒരു ദിവസം നൈറ്റ് നിന്നെ ഞാൻ കൊണ്ടുവിട്ടപ്പോ മറ്റേ തെങ്ങൊക്കെ കയറിയിട്ട് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്തത്. അതൊക്കെ നമ്മൾ ഓർക്കണേ, അവരൊക്കെ ഓർക്കത്തില്ല. എടാ കരയണ്ടടാ, നിനക്കത് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതിയടാ. നിനക്ക് വിധിച്ച ആള് ഇതുവരെയായിട്ട് എവിടെയും ജനിച്ചിട്ട് പോലും കാണത്തില്ല. എനിക്ക് ചാവാൻ തോന്നുന്നു. എടാ ഈ കാര്യം ഉണ്ടല്ലോ, ഞാൻ നിന്നോട് പറയാനിരിക്കാലോ. നല്ല തീരുമാനം. നിനക്ക് നല്ലൊരു സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. അവിടെ പോയി തൂങ്ങിച്ചാത്താലുണ്ടല്ലോ, വേദനയില്ലാതെ ചാവാം. പക്ഷെ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അതിനപ്പുറത്ത് ബിൽഡിങ്ങും കാടും ഒക്കെ ഉണ്ട്. അതൊന്നും ശ്രദ്ധിക്കാനേ പോകരുത്. 2 ദിവസമേ നിന്നെ സെല്ലിലിട്ടാലേ നീ പഠിക്കും. ഇന്ന് പുതിയ വനിതാ സായി ചാർജ് എടുക്കുന്ന ദിവസമാ. എനിക്കറിയാം നിന്റെ വിഷമമൊക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. കളിയാക്കുന്നൊക്കെ ഉള്ളടാ. ഈ ഒരു കാര്യം മാറാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ നിന്നെ ഒരിടത്ത് കൊണ്ടുവിടാം. നല്ല വൈബുള്ള സ്ഥലമാണ്. 4 പേരെ കണ്ടു കഴിയുമ്പോൾ നിന്റെ വിഷമമൊക്കെ അങ്ങ് മാറുവിടാ. അണ്ണാ, ഞാൻ ഒരുത്തൻ്റെ കാര്യം പറഞ്ഞില്ല, ഇതാ ആള്. ഇവന് കുറച്ച് ദിവസം അണ്ണൻ്റെ കൂടെ കാണും. കുഴപ്പമില്ലല്ലോ. എടാ, അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ശമ്പളം കിട്ടാൻ വേണ്ടിയുള്ള സമരമാണ്. നീ അവരൊന്ന് സഹായിക്കും. ശരി അണ്ണാ, 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കിടന്നോ, കുഴപ്പമില്ല.
ചേട്ടാ ഞാനെന്തോടെ ചെയ്യണ്ടേ? നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നീ ഇവിടെ അടങ്ങി ഒതുങ്ങി കിടന്നാൽ മതി. പറ്റൂന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് 2 ജയ് വിളിച്ചു. ഓക്കെ? ആഹാരം വെള്ളമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ കിടന്നു സ്വസ്ഥം സമാധാനം. പറഞ്ഞ പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആണോ? താങ്ക്സ് അണ്ണാ. ശരി, ഞാനെല്ലാം ഉണ്ടെ പറഞ്ഞു വിടുക കേട്ടോ. ആ ഓക്കെ. എന്തുകൊണ്ടാ അവൻ പൈസ എന്ത് ചെയ്യുന്നുണ്ട്? സത്യം പറടാ, നീ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കിയില്ലോടാ? എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ പാവപ്പെട്ടവരുടെ സാലറിക്ക് വേണ്ടിയുള്ള സമരമാണ്. ആ പാവപ്പെട്ടവൻ ഞാനാ. നീ എന്തായാലും കഴിക്കുന്നുമില്ല കുടിക്കുന്നുമില്ല, ഒരു പ്രയോജനമില്ല. അതെനിക്കൊരു പ്രയോജനമായടാ. ആയിഷയുടെ കാര്യം ഞാൻ ഇപ്പം നിന്നെ ഓർമ്മിപ്പിക്കുന്നില്ല, കാരണം അത്രയ്ക്ക് നീചനല്ലടാ ഞാൻ. ഇത്രയും പണി അവൻ എനിക്ക് തന്നില്ലയോ? തിരിച്ചൊരു പണി കൊടുക്കാം. എല്ലാത്തിനും ഒരു തെളിവ് കാണുമല്ലോ. നൈസായിട്ടൊരു വീഡിയോ കോൾ വിളിക്കാം. നീ ചാവുന്ന കാര്യം എന്തോ പറഞ്ഞായിരുന്നല്ലോ, അതൊന്നോടൊന്ന് പറയാവോടാ? എന്തോടാ ഇന്നലെ പറഞ്ഞതോ? നീ ചാവാൻ പറഞ്ഞില്ലായിരുന്നു എന്നോട്, അതൊന്ന് പറയടാ. തരാൻ മോനെ പണി, നീ എന്നെ കൊല്ലിക്കാൻ നോക്കിയെന്നേ ഈ നാട്ടുകാരെ കൂടെ ഒന്ന് അറിയട്ടെ. അതിന് ഞാൻ അങ്ങനെ അല്ലല്ലോടാ ഞാൻ പറഞ്ഞത് നിന്നോട്. ചാവുന്നതിന്റെ കാര്യത്തൊക്കെ പറിച്ച് നമ്മൾ മിണ്ടിട്ട് പോലല്ലോ. സാറേ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, കാരണം ചാവാൻ നിൽക്കുക. എടാ ചത്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് കൊല്ലും. നിന്റെ കിഡ്നി ഒരു വിൽക്കും, സത്യമായിട്ട് നിന്റെ തലയടിച്ചാൻ പൊട്ടിക്കും. താഴെ ഈ പ്ലാനും 3G ആയി. ബൈ. തുണി എടുക്കുക, ഒരു കടയിൽ പോവോ, ആ കടയുടെ പേര് ആയിഷ. അങ്ങനെയുള്ള പേരുള്ള കടയിലേ അവൻ കൊണ്ടുപോകത്തുള്ളൂ. വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കാനല്ലോ അവിടെ ആയിഷയുടെ പേരുള്ള സൂപ്പർ മാർക്കറ്റിൽ അവൻ കയറത്തു. കാറിനകത്ത് വെച്ചൊരു പാട്ടിടാൻ പറഞ്ഞ അവൻ ഉടനെ ഇടും, തട്ടത്തിൽ പറഞ്ഞതല്ല ആയിഷയുടെ പാട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്ന ഫിത്തിയുടെ മോളിൽ മൊത്തം ആയിഷയുടെ പേര്. ആയിഷ ഞാൻ എത്ര മറക്കാൻ ശ്രമിച്ചാലും അവൻ എന്നെ കൊണ്ട് മറക്കാൻ സമ്മതിക്കത്തില്ല. എടാ ഇങ്ങനെയുള്ള കൂട്ടുകാരനെ എനിക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴേ ഞാൻ അവനെ യമപുരിക്കങ്ങ് അയച്ച്. നിനക്കും പറ്റുന്നില്ല, അവനെ ഒന്നങ്ങ് കുടിച്ചു മൂടറാ. ആയിഷയുടെ പേരും പറഞ്ഞ് നീ എനിക്ക് 10 വർഷമായിട്ട് സമാധാനം തരത്തില്ല അല്ലയോ? ഞാൻ മറക്കാൻ ശ്രമിച്ചാലും എന്നെ കൊണ്ട് മറക്കാൻ സമ്മതിക്കാത്ത പട്ടി അവിടെ കിടക്കണ ഭൂലോക നാശമായി. എനിക്ക് ഇനിയെങ്കിലും ഒരു സുഖമായിട്ട് ജീവിക്കണം. ആരാ നീ അന്ന് മരിച്ചില്ലയോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് മരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ മോനാ. കഴിഞ്ഞ ആഴ്ച അച്ഛൻ എഴുതിയ ആ ഡയറി എനിക്ക് കിട്ടുന്നത്. അച്ഛൻ്റെ ആ ഡയറിക്കകത്ത് ആദ്യം തൊട്ട് അവസാനം വരെ എഴുതിയേക്കുന്ന ഒരൊറ്റ കാര്യമുള്ളായിരുന്നു. എന്തുവായിരുന്നത്? ആയിഷ. ആയിഷയുടെ പേരും പറഞ്ഞ് നിന്റെ ഉറക്കം കെടുത്തുക എന്നുള്ളത്. നീ ചത്തു കഴിഞ്ഞാലും നിന്റെ ആത്മാവിന് ഞാൻ ശാന്തി തരത്തില്ല. ആയിഷയുടെ പേര് പറയും. അന്ന് നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ നീ ആയിഷയെ കാണാൻ പോയത് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണത്തില്ല. അച്ഛനെ താഴെ നിർത്തി നീ ആയിഷയുടെ മതിൽ ചാടിയ